ഹലോ, നമസ്കാരം, നമസ്തേ. 7ാം ക്ലാസ്സിലെ സംസ്കൃതം മക്കളെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസാദ് സാറാണ്. അപ്പോൾ നമ്മളിതാ സംസ്കൃതത്തിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക്, ഒരു പുതിയ അധ്യായത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. എന്താണ് നമ്മുടെ അധ്യായത്തിൻ്റെ പേരെന്താണ്? യൂണിറ്റിൻ്റെ പേരെന്താണ്? ഏകകത്തിൻ്റെ പേരെന്താണ്? നൈതികത. എന്താണ്? നൈതികത എന്നാണ്. നൈതികത എന്ന് പേരുള്ള ആ ഒരു പുതിയ അധ്യായം നമ്മളിതാ ഇന്ന് പഠിക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ നൈതികത എന്ന് പേരുള്ള അധ്യായത്തിലെ ഒന്നാമത്തെ പാഠം ഒരു ചിത്രകഥയാണ്. ചിത്രകഥ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി അല്ലേ, ഒരു പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് ചിത്രകഥ. അപ്പോൾ ചിത്രകഥ നിങ്ങൾ ചെറുപ്പത്തിൽ ബാലരമയും ബാലഭൂമിയും ബാലമംഗളവും ഒക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കുറേ ചിത്രകഥാ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും കളിക്കുടുക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ചിത്രങ്ങൾ വെച്ചിട്ട് കഥ പറയുന്ന ചിത്രകഥയാണ് നമ്മൾ ആദ്യം ഇന്ന് പഠിക്കുന്നത്. അതാണ് നീതിബോധോ മഹത്തമഃ. എന്താണ്? നീതിബോധോ മഹത്തമഃ എന്ന് പേരുള്ള ആ ഒരു പാഠം. അപ്പം നൈതികത എന്ന അധ്യായത്തിന് പേരിട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. നൈതികത എന്ന് പറഞ്ഞാൽ അത് നീതിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സാധനമാണ് അല്ലേ. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റിസ് എന്നൊക്കെ പറയാം അല്ലേ. നമ്മുടെ നിയമം, സത്യം, ധർമ്മം, നീതി അല്ലേ. അനീതി എന്ന് കേട്ടിട്ടില്ലേ? നീതിക്ക് വിപരീത പദമാണ് അനീതി. അപ്പം ഇൻജസ്റ്റിസ് അല്ലേ. അപ്പം ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, അവൻ എന്നോട് അങ്ങനെ ചെയ്തു, അതൊരു മോശം കാര്യമാണെങ്കിൽ അത് അനീതിയാണ്, എന്നോട് അവനൊരു തെറ്റ് ചെയ്തു അല്ലേ. നമ്മൾ നിയമം അനുസരിച്ച് ജീവിക്കുമ്പോൾ നിയമത്തിന് എതിരായിട്ട് മോഷ്ടിക്കുക അല്ലെങ്കിൽ കൊല്ലുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ ധാർമ്മികമായ മൂല്യങ്ങളുണ്ട് അല്ലേ. ട്രഡീഷണൽ ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള കുറേ ധാർമ്മികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലേ. അതൊക്കെ എന്താണ്? നൈതികതയിൽ പെടുന്നതാണ്. കളവ് പറയാൻ പാടില്ല അല്ലേ. സത്യം വദ, സത്യം പറയുക. ധർമ്മം ചര, ധാർമ്മികമായിട്ടുള്ള ജീവിതം നമ്മൾ മുമ്പോട്ട് നയിക്കുക, റെസ്പോൺസിബിൾ ആവുക, ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുക. സ്വാധ്യായാത്മാവ്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾക്ക് നല്ലതിന് വേണ്ടിയിട്ടും സൊസൈറ്റിക്ക് നല്ലതിന് വേണ്ടിയിട്ടും കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെയാണ് നീതി. സത്യമായിട്ടിരിക്കുന്ന അല്ലേ, ധർമ്മമായിട്ടിരിക്കുന്ന ജസ്റ്റിസ്. അപ്പോൾ നീതിബോധോ, ആ ഒരു നീതിയുടെ ബോധം. എന്താണ് ശരി എന്ന ബോധം, എന്താണ് സത്യം എന്നുള്ള ബോധം. മറ്റൊരാൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാതെ സത്യമായിട്ട് ജീവിക്കുക, നല്ല രീതിയിൽ അടിപൊളിയായിട്ട്, നല്ല എല്ലാവരോടും സ്നേഹത്തോടെ, സൊസൈറ്റിയുടെ റെസ്പെക്റ്റോടെ, നല്ല രീതിയിൽ സോഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുക അല്ലേ. ആ ഒരു നീതിയുടെ ബോധം നമുക്ക് ഉണ്ടാവണം. ആ ബോധമാണ് മഹത്തമഃ, ഏറ്റവും ഗ്രേറ്റ്, ഏറ്റവും സൂപ്പർ. അപ്പം നീതിബോധം എല്ലാവർക്കും ഉണ്ടാവണം. ജസ്റ്റിസ് എന്താ പറയുക, ബോധം, ജസ്റ്റിസിൻ്റെ ഒരു ബോധം, അങ്ങനെ ഒരു വിഷൻ, ജസ്റ്റിസിൻ്റെ ഒരു വിഷൻ എല്ലാവർക്കും ഉണ്ടാവണം. ആ നീതിബോധം എന്താണ്? മഹത്തമമാണ്, വളരെ സൂപ്പറാണ്. അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ളത് വേറൊന്നും ഇല്ല. മത്തനായിപ്പോയി അല്ലേ, മഹത്തരം എന്ന് വേണ്ട, മഹത്തരം. അപ്പോൾ അതാണ് മഹത്തമം. റെഡി? സൂപ്പർ, ഏറ്റവും ഗ്രേറ്റ് അതാണ്. ക്ലിയർ? കാണാലോ. അപ്പോൾ നമ്മൾ ആ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫോട്ടോ കണ്ടോ? ഇതാ ഇവിടെ ഒരു സാധനം കണ്ടോ? ഇതാണ് നീതി ദേവത. എന്താണ് ഈ ഫോട്ടോ? എന്താണ്? നീതി ദേവത. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ എന്ത് വിളിക്കും? നീതി ദേവത. നീതി ദേവത എന്ന് വിളിക്കും. എന്താണ് നീതി ദേവത? ലേഡി ജസ്റ്റിസ്. നമുക്ക് ജനറൽ ആയിട്ടൊന്ന് വായിച്ചു പോട്ടോ. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാണ്. അപ്പോൾ ആ ഫോട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. എന്താണ് ലേഡി ജസ്റ്റിസ് എന്ന ആ ഒരു പിക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത്? ലേഡി ജസ്റ്റിസ് എന്നത് എന്താണ്? ആ ഫോട്ടോ എന്താണ്? ആ ലേഡി കയ്യിലൊരു വാള് പിടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു തുലാസ് അല്ലെ, ഒരു ത്രാസ് പിടിച്ചിട്ടുണ്ട്, കണ്ണിതാ മൂടി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിംബലിന്റെ മീനിങ് എന്താണ്? ഈ ലേഡി ജസ്റ്റിസ് എന്നത് നീതിയുടെ പ്രതീകമാണ്, ലോയൽറ്റിയുടെ, നമ്മുടെ എന്താ പറയുക, ജസ്റ്റിസ് ആയിട്ടുള്ള, ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ലൈഫിൻ്റെ ഒക്കെ പ്രതീകമാണ്. ലോയിൻ്റെ, ജുഡീഷ്യറിയുടെ പ്രതീകമാണ്. അവൾ നീതിതന്ത്രത്തിൻ്റെ സത്യനിഷ്ഠ, ട്രൂത്ത്ഫുൾനെസ്,
സമത്വം ഈക്വാലിറ്റി, നിഷ്പക്ഷത പാർഷ്യാലിറ്റി ഇല്ലാതെ ഏതെങ്കിലും ഒരു സൈഡിനോട് ഒരു പ്രത്യേക ഒരു പാർഷ്യൽ ആവുക, അങ്ങനെ ആവാതെ എല്ലാവരോടും ഈക്വൽ ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെ സിംബലൈസ് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. ഇവയാണ് അവളുടെ പ്രധാന പ്രതീകങ്ങൾ. ആരുടെ ആരുടെ നീതി ദേവതയുടെ. അപ്പോൾ ഒന്നാമത്തെ സാധനം എന്താണ്? തുലാസ്, സ്കെയിൽസ്. കണ്ടോ, തുലാസ് ആണ്. തുലാസ് എന്താണ്? തെളിവുകളും വാദങ്ങളും തുലന ചെയ്ത് നീതി നടപ്പാക്കേണ്ടതിന്റെ പ്രതീകം. നിങ്ങൾ കോടതിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ ഒരു കോർട്ടിൽ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സ്റ്റാച്യു, ഈ ലേഡിയുടെ സ്റ്റാച്യു. അപ്പോൾ അവിടെ നമ്മുടെ എന്താണ് തെളിവുകൾ, കുറേ തെളിവുകൾ നിരത്തും. അപ്പോൾ അഡ്വക്കേറ്റ് വന്നിട്ട്, വക്കീൽ വന്നിട്ട് എന്ത് ചെയ്യും? വാദിക്കും. അപ്പം അങ്ങനെ തെളിവുകൾ, കിട്ടുന്ന തെളിവുകളും പ്രൂഫും ബാക്കി അഡ്വക്കേറ്റിന്റെ വാദങ്ങളും എല്ലാം കൂടി നോക്കിയിട്ട് നമ്മളൊരു ത്രാസിൽ വെച്ചിട്ട് നമ്മൾ വേവ് ചെയ്യുന്നത് പോലെ, നമ്മൾ എന്താ അതിനെ പറയുക, സ്കെയിൽ ചെയ്യുന്നത് പോലെ അളന്ന് തൂക്കി നമ്മൾ തീരുമാനിക്കണം. അപ്പം അങ്ങനെ അളന്ന് തൂക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ആളോട് നമ്മൾ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. നമ്മളെല്ലാവരെയും ഈക്വൽ ആയിട്ടുള്ള തുല്യ ദൃഷ്ടിയിൽ നമ്മൾ കാണണം. അപ്പോൾ ഓരോ വശവും സമമായി പരിഗണിക്കണമെന്നാണ് ഇതിൻ്റെ സന്ദേശം. എങ്ങനെയാണ് നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നത്? 1 കിലോ പഴം വാങ്ങാൻ പോയാൽ 1 കിലോ ഇപ്പുറത്ത് ഈക്വൽ ആവണം. അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് വരുന്നത്. കണ്ണ് മൂടി എന്ന് പറയുമ്പോൾ, ബ്ലൈൻഡ് ഫോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണ് മൂടി കെട്ടിയിട്ട് എന്തിനാണ്? കണ്ണ് മൂടുമ്പോൾ നിഷ്പക്ഷതയുടെ പ്രതീകമാണ്. ധനം, അധികാരം, ജാതി, സ്ഥാനം എന്നിവയെ നോക്കാതെ നീതി നടപ്പാക്കണം എന്ന് സൂചിപ്പിക്കുന്നു. ഇപ്പം എനിക്ക് കണ്ണ് കാണാം. അപ്പം ഞാൻ നോക്കുമ്പോൾ ആ കുട്ടി എനിക്ക് കുറച്ച്, എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്താണ് വീട്, എൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ അപ്പുറത്താണ് ആ കുട്ടിയുടെ വീട്. അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ കുറച്ച് നല്ലോണം ക്ലാസ് എടുത്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ കുട്ടി എനിക്ക് തീരെ ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് എക്സാമിന് മാർക്ക് കുറയ്ക്കുക. അങ്ങനെ ആവാൻ പാടുണ്ടോ? പാടില്ല. എന്തുകൊണ്ടാണ് ഞാൻ മാർക്ക് കുറയ്ക്കുകയോ ആ കുട്ടിക്ക് അധികം പഠിപ്പിക്കുകയോ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? എനിക്ക് ആ കുട്ടിയെ കാണുന്നുണ്ട്. ഞാൻ അതേസമയം കണ്ണ് മൂടിയിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിലോ എനിക്ക് ആരെയും കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുപോലെ കണ്ണ് മൂടുന്ന എന്തിനാണ്? നമ്മൾ പോലീസ് അല്ലെങ്കിൽ കോടതി, അങ്ങനെ ജുഡീഷ്യറി, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ലോ ഈക്വൽ ആയിട്ട് വേണം നടത്താൻ, പാർഷ്യാലിറ്റി പാടില്ല. പിന്നെ ഒരു സാധനം എന്താ ഉള്ളത്? വാളാണ്, സ്വാഡ്. ശിക്ഷയും അധികാരവും പ്രതിനിധീകരിക്കുന്നു. അവിടെ ശിക്ഷ കൊടുക്കുക, അതുപോലെ നമ്മുടെ പവർ, അധികാരം, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാള്, അല്ലേ? തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കുറേ ആർട്ടിക്കിൾസൊക്കെ നിങ്ങൾക്ക് അറിയാം. നീതിക്ക് ശക്തിയും നിയമം നടപ്പാക്കാനുള്ള അധികാരവും ഉണ്ടെന്ന് ഈ വാള് വ്യക്തമാക്കുന്നു. പിന്നെ ഡ്രസ്സ് എങ്ങനെയാണ്? വസ്ത്രം റോബോർ ടോഗ. റോമൻ ഗ്രീക്ക് കാലഘട്ടത്തിലെ ജസ്റ്റീഷ്യ റോമൻ ദേവിയും തെമിസ് ഗ്രീക്ക് ദേവിയുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്നു. അപ്പം റോമൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധമുള്ള ആണ് ഈ ഒരു സ്റ്റാച്യു. ഇന്നത്തെ അർത്ഥം എന്താണ്? ലേഡി ജസ്റ്റിസ് ഇന്ന് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന സിദ്ധാന്തത്തിന്റെ ആഗോള പ്രതീകമാണ്. അവൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നീതി എപ്പോഴും നിഷ്പക്ഷമായിരിക്കണം എന്നാണ്. അപ്പോൾ നീതി ദേവതയെക്കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി പറഞ്ഞാണ്. നമ്മളുടെ ചാപ്റ്ററിന്റെ പേര്, രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് നൈതികത. നേരത്തെ പറഞ്ഞു. ദ്വിതീയം ഏകകം, സെക്കൻഡ് യൂണിറ്റ്. രണ്ടാമത്തെ യൂണിറ്റിന്റെ പേരെന്താണ്? നൈതികത. റെഡി? അപ്പോൾ ആ ബോക്സിലുള്ളത് ഒന്ന് വായിക്കാം. എന്താണ് അവിടെ പറയുന്നത്? ആമുഖമാണ് പറയുന്നത്, ഒരു ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. എന്താണ് ആമുഖത്ത് പറയുന്നത്? ലോകേ സർവേ മാനവാഹ സുഖം ഇച്ഛന്തി. ലോകത്തിൽ എല്ലാ ആൾക്കാരും, സർവേ മാനവാഹ എല്ലാ മനുഷ്യന്മാരും, സുഖം ഇച്ഛന്തി സുഖം ഇച്ഛിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. അപ്പോൾ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്യുന്നു? സുഖം ആഗ്രഹിക്കുന്നു. സർവേ സ്വസുഖാർത്ഥം പ്രയത്നം കുറുവന്തി. എല്ലാവരും എന്ത് ചെയ്യുന്നു? സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട്, എല്ലാവരും സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു, പ്രയത്നം ചെയ്യുന്നു, പരിശ്രമിക്കുന്നു. പ്രയത്നം കുറുവന്തി, പ്രയത്നം ചെയ്യുന്നു. തേന കഥാചിത്ത് അന്യേഷാം ഹാനിരപി സംഭവേത്ത്. എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ, എനിക്ക് നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? മറ്റുള്ളവർക്ക് ചിലപ്പോൾ എൻ്റെ ആ പ്രവൃത്തി കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ വിഷുവിനെ വെടിപൊട്ടിച്ചിട്ട് ആ വിഷുവിന് വെടിപൊട്ടിച്ച കമ്പിത്തിരി കത്തിച്ച്, കമ്പിത്തിരിൻ്റെ കമ്പി വിഷുവിന് വെടിപൊട്ടിച്ച് കഴിഞ്ഞു, കമ്പിത്തിരി കത്തിപ്പോയി. പിന്നെ എന്താ ബാക്കി? കമ്പി. ഈ കമ്പി എന്ത് ചെയ്യും? നിങ്ങൾ എന്താ ചെയ്തത്? അപ്പുറത്തെ പറമ്പിലേക്ക് എറിഞ്ഞു, അല്ലേ? അങ്ങനെ അറിയാൻ പാടുണ്ടോ? പാടില്ല. അപ്പുറത്തെ പറമ്പിലേക്ക്, അത് വേറൊരാളുടെ പറമ്പാണ്. അവിടെയും ആൾക്കാരുണ്ട്, നമ്മളെ പോലത്തെ കുട്ടികളുണ്ട്.
അപ്പോൾ അവിടെ ആ വളപ്പിൽ ഇനി ആൾതാമസം ഇല്ലാത്ത വളപ്പാണെങ്കിലും എന്തെങ്കിലും അവിടെ ഏതെങ്കിലും പണിക്കാരൻ പുല്ല് ചെത്താൻ വരുമ്പോൾ ഈ കമ്പി അയാളുടെ കാലിൽ കുത്തി കയറി, അയാൾക്ക് ഷുഗർ ഉള്ള ആളാണ്, അപ്പോൾ ആ കാല് കമ്പി കയറി കാല് പഴുത്ത് മുറിവ് ഉണങ്ങാതെ അയാളുടെ കാല് മുറിച്ച് മാറ്റി, അയ്യോ ആകെ പ്രശ്നം. എന്താ കാരണം? നിങ്ങൾ എറിഞ്ഞ കമ്പി. അപ്പോൾ ഒരിക്കലും അപ്പുറത്തെ പറമ്പിലേക്ക് വേസ്റ്റ് എറിയരുത്. അതുപോലെ നമുക്ക് നല്ലതിന് വേണ്ടി നമ്മൾ അപ്പുറത്തായിരിക്കുന്ന ആൾക്ക് ദ്രോഹമൊന്നും ചെയ്യരുത്, ദോഷമൊന്നും ചെയ്യരുത്. അതുകൊണ്ടാണ് അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരയണം എന്ന് മഹാത്മാക്കൾ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? സർവേ എല്ലാവരും സ്വസുഖാർത്ഥം സ്വന്തം സുഖത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു. തേന കഥാചിത് അപ്പൊ അതുകൊണ്ട് ചിലപ്പോ അന്യേഷാം അന്യർക്ക് മറ്റുള്ളവർക്ക് ഹാനിരഭി സംഭവേത് ദോഷം സംഭവിക്കുവാൻ പോലും സാധ്യതയുണ്ട്. ഹാനിഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ദോഷം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അപ്പൊ ഹാനി എന്ന് പറഞ്ഞാൽ ദോഷം. അപ്പൊ ദോഷം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? യഥാ ലോകേ അവ്യവസ്ഥ തഥാ വ്യവസ്ഥായൈ കശ്ചന നിയമഃ അപേക്ഷിതഃ. അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ ഈ ലോകത്തിൽ എന്ത് വേണ്ടത്? ഇത്തരത്തിൽ ലോകത്തിൽ അനാവശ്യമായിട്ടുള്ള അക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ, അവ്യവസ്ഥ ഉണ്ടാകുമ്പോൾ, മാനേജ്മെന്റ് ആകെ പ്രോബ്ലത്തിലാവുമ്പോൾ, എല്ലാവരും പരസ്പരം ലോ തെറ്റിച്ച് ജീവിക്കുമ്പോൾ, അല്ലേ? സിഗ്നൽ തിരിച്ച് വണ്ടി ഓടിക്കുക, സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക, ഹെൽമെറ്റ് വെക്കാതിരിക്കുക, കൊല്ലുക, തല്ലുക, ഫുള്ള് പ്രശ്നങ്ങളാണ്. അങ്ങനെ കുറെ തോന്നിയതുപോലെ മനുഷ്യന്മാർ ജീവിക്കുമ്പോഴാണ് ഈ നാട്ടിൽ എന്ത് വേണ്ടത്? നല്ല പവർഫുൾ ആയിട്ടുള്ള നിയമങ്ങൾ വേണ്ടത്, അല്ലേ? പോലീസൊക്കെ പാർഷ്യാലിറ്റി ആവാതെ റൂൾസ് നടപ്പിലാക്കണം. കോടതി പാർഷ്യാലിറ്റി ആവാതെ റൂൾസ് നടപ്പാക്കണം. അപ്പോൾ കറക്റ്റ് റൂൾ വരുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ടാവും, അല്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൽ അതിനൊക്കെ കുറച്ചൊരു പിന്നെ എന്താ പറയുക, ലേസി ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് എല്ലാവരും ലോസും റൂളും റെഗുലും നിയമം തെറ്റിക്കാനാണ് എല്ലാവരും നോക്കുന്നത്, അല്ലേ? അപ്പം നിയമം തെറ്റിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ മൊത്തത്തിലൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു സ്ലോപ്പി ആയിട്ടുള്ള ഒരു ലേസി ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ എല്ലാവരും സ്വന്തം കാര്യത്തിന് വേണ്ടി സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ മറ്റേ റോഡ് ക്രോസ് ചെയ്യുന്ന, സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യുന്ന ആ നടന്നു പോകുന്ന അമ്മാവനെ ഇടിച്ചിട്ടിട്ടാണെങ്കിലും എനിക്ക് 5 മിനിറ്റ് മുമ്പേ അവിടെ എത്തിയാൽ ഞാൻ ഹാപ്പിയാണ്. അയാൾ ചത്താലും കുഴപ്പമില്ല, അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും കുഴപ്പമില്ല. അങ്ങനെ എല്ലാവരും സ്വന്തം സ്വാർത്ഥ സുഖത്തിന് വേണ്ടിയിട്ട് ജീവിക്കുമ്പോഴാണ് നാട്ടിൽ നിയമങ്ങൾ അനിവാര്യമാകുന്നത്. നാട്ടിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ലോയിന്റെ ആവശ്യം വരുന്നത് അപ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? ബാക്കി നോക്കാം. ഭാരതസ്യ രാജ്യാംഗം. രാജ്യാംഗം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടന. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സർവേഷാം രാഷ്ട്രാണാം രാജ്യാംഗാനി അതിശയത്തെ, മറ്റെല്ലാ രാഷ്ട്രങ്ങളുടെയും ഭരണഘടനയിൽ നിന്നും മികച്ചതാണ്, ശ്രേഷ്ഠമാണ്, അല്ലെ? നമ്മുടെ ഭരണഘടന സത്യം പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. നമ്മുടേത് കുറച്ച് അടിപൊളിയാണ്, അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ എപ്പോഴും പറയേണ്ടത്. നമ്മളുടെ ഭരണഘടന എപ്പോഴും മറ്റുള്ള രാജ്യങ്ങളായിട്ട് നോക്കുമ്പോൾ സൂപ്പറാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ. ബാക്കി നോക്കുക. സ്വാതന്ത്ര്യം, ധർമ്മേതരത്വം, സമത്വം, ബഹുസ്വരത, നീതി ഇത്യാദീനി മൂല്യാനി അസ്മാകം രാജ്യാംഗസ്യ മഹാത്മ്യം വർദ്ധയന്തി. എന്തൊക്കെയാണ്? കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലേ? സ്വാതന്ത്ര്യം, മതനിരപേക്ഷത, സമത്വം, ബഹുസ്വരത അഥവാ വിവിധത, നൈതികത എന്നിവ നമ്മുടെ ഭരണഘടനയുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സൂപ്പറാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈക്വാലിറ്റി വേണം, സമത്വം വേണം, സ്വാതന്ത്ര്യം വേണം, ഇൻഡിപെൻഡൻസ്, ഫ്രീഡം വേണം, മതനിരപേക്ഷത വേണം, വേറെ മതങ്ങൾ ഉണ്ടെങ്കിൽ ആ മതങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. പിന്നെയോ ബഹുസ്വരത വേണം. ഡിഫറെൻറ്റ് കൾച്ചറുള്ള ആൾക്കാർ ജീവിക്കുമ്പോൾ ഡിഫറെൻറ്റ് കൾച്ചർ നമ്മൾ കാണിക്കണം. നൈതികത, ജുഡീഷ്യറി, ജസ്റ്റിസ്, ലോ എന്നിവയ്ക്ക് ഒരു പവർ ആയിട്ടുള്ള ഒരു സ്പേസ് വേണം. ഇതൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മഹാത്മ്യം വർദ്ധിപ്പിക്കുന്നത്. ബാക്കി നോക്കുക. ഏതാനി കഥം ജീവനെ പ്രയോക്തവ്യാനീതി നീതിബോധോ മഹത്തമഃ സൂക്തിരക്താനി സഹ സ്വപ്നോവി പുഷ്പിതഃ ഇതി പാഠത്രേണ ബോധയതി. 3 പാഠങ്ങളുടെ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഏതാനി കഥം ജീവനെ പ്രയോക്തം, നമ്മൾ എങ്ങനെയാണ് ഇത്
ജീവിതത്തിൽ പ്രയോക്തവ്യം. എങ്ങനെയാണ് ഇത് ജീവിതത്തിൽ നമ്മൾ കാണിക്കേണ്ടത്, നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ഏത്? നീതി. ഈ നീതി, ഈ സത്യം, ഈ ധർമ്മം, ഈ നീതി, ഈ നൈതികത, ഈ ജസ്റ്റിസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് എങ്ങനെ നയിക്കാം, അതിൻ്റെ ആപ്ലിക്കേഷനാണ് 3 പാഠങ്ങളിലൂടെ നമുക്ക് കാണിക്കുന്നത്. നോക്ക്, ഈ മൂല്യങ്ങളെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിച്ചാൽ ജീവിതം ഉത്കൃഷ്ടമാകും എന്ന് പഠിപ്പിക്കുന്നതാണ് നൈതിക ബോധം മഹത്തമം, സൂക്തിരക്തങ്ങൾ, സ്വപ്നോവിപുഷ്പിത പോലുള്ള പാഠങ്ങൾ. 3 പാഠങ്ങളാണ്. അപ്പോൾ പാഠത്രയം. അപ്പോൾ ഒന്നാമത്തെ നൈതികത യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം നമ്മുടെ 4ാമത്തെ പാഠമാണ് നീതിബോധോ മഹത്തമ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ പാഠം നോക്കുക. സിമ്പിൾ പാഠമാണ്, വളരെ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അവിടെ ആ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോയിൽ എന്താ ഉള്ളത്? ഏതത് ചിത്രം കിം സൂചയതി? ഏതത്, ഇത്, ഈ ചിത്രം കിം സൂചയതി? കിം 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 എന്താണ് സൂചയതി? എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ ഫോട്ടോ എന്താണ് നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്? നിങ്ങളോട് എന്താണ് പറയുന്നത്? ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? ഏതത് യൂഷ്മാഭിഹി പൂർവം ദൃഷ്ടം കിം? ഏതത്, ഇത്, ഈ ഫോട്ടോ, യൂഷ്മാഭിഹി നിങ്ങൾ പൂർവം ദൃഷ്ടം കിം? കിം എന്താ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? പൂർവം ദൃഷ്ടം കിം, ഈ ചിത്രം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ, ഞാനിപ്പോൾ കാണിച്ചല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ആമുഖത്തിലേക്ക് പോവാണ്. വീണ്ടും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് അവിടെ കേട്ടോ. ആമുഖം. കഥാഹ ന കേവലം ബാലാനാമപി തു സർവേഷാമപി പ്രിയാഹ ഏവ. എന്താ പറയുന്നത്? കഥാഹ, കഥകൾ, ന കേവലം കുട്ടികളെ മാത്രം അല്ല. കേവലം എന്ന് പറഞ്ഞാൽ മാത്രം. ന കേവലം കുട്ടികളെ മാത്രമല്ല. ന കേവലം ബാലാനാം എന്ന് പറയുമ്പോൾ കുട്ടികളെ മാത്രമല്ല. പിന്നെയോ അപിത്തു സർവേഷാമപി പ്രിയാഹ ഏവ, മറിച്ച് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും, സർവേഷാമപി എല്ലാവർക്കും പ്രിയാഹ പ്രിയപ്പെട്ടതാണ്, പ്രിയങ്കരമാണ്. ഇപ്പോൾ കഥകൾ കുട്ടികൾക്ക് മാത്രമല്ലല്ലോ ഇഷ്ടം. കഥ പറഞ്ഞാൽ എല്ലാവരും കേട്ടിരിക്കും അല്ലേ? നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കഥാപുസ്തകങ്ങളും നോവലുകളൊക്കെ വായിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രായമൊന്നുമില്ല, എല്ലാവർക്കും കഥ ഇഷ്ടമാണ്. അപ്പൂപ്പനും അമ്മമ്മയ്ക്കും കഥ ഇഷ്ടമാണ്, കുട്ടികൾക്കും കഥ ഇഷ്ടമാണ്. ഇപ്പോഴും ബാലരമ കിട്ടിയ ഞാനിരുന്ന് വായിക്കും അല്ലേ? അപ്പം ഞാനിപ്പോൾ ചെറിയ കുട്ടിയൊന്നും അല്ലെങ്കിലും കഥ പ്രസാദ് മാഷക്കും ഇഷ്ടമാണ്. സർവാസു അപി ഭാഷാസു കഥാപ്രപഞ്ചഃ അതിവിസ്തൃതഃ. സർവാസു അപി ഭാഷാസു. സർവാസു അപി ഭാഷാസു എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷകളിലും. കഥാപ്രപഞ്ചഃ, കഥയുടെ പ്രപഞ്ചം, കഥയുടെ വേൾഡ്, കഥയുടെ യൂണിവേഴ്സ്. അതിവിസ്തൃതഃ, വളരെ വിസ്തൃതമാണ്, വളരെ വിശാലമാണ്, വളരെ വൈഡാണ്, സ്പ്രെഡഡ് ആണ്. അപ്പം എല്ലാ ഭാഷകളിലും ഇഷ്ടം പോലെ കഥകളുണ്ട് അല്ലേ? മലയാളത്തിലെ കഥകൾ എടുക്കാൻ തുടങ്ങിയാൽ എത്ര പുസ്തകങ്ങളാക്കാനുണ്ടാവും? അത്രയധികം കഥകൾ മലയാളത്തിലുണ്ട്. അതുപോലെ എല്ലാ ഭാഷകളിലും ഇഷ്ടംപോലെ കഥകളുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാ ഭാഷകളിലെയും കഥാപ്രപഞ്ചം വളരെ വ്യാപകമായി നിലകൊള്ളുന്നു. സംസ്കൃത വാങ്മയം കഥാസാഹിത്യേന സമ്പുഷ്ടം ഭവതി. സംസ്കൃത വാങ്മയം കഥാസാഹിത്യേന സമ്പുഷ്ടം ഭവതി. സംസ്കൃത വാങ്മയം. എന്താണ് വാങ്മയം? വാങ്മയം, മാങ്ങ, വാങ്മയം, വാക്ക് പ്ലസ് മയമാണ് വാങ്മയം. അപ്പോൾ അതെന്താണത്? സാഹിത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സംസ്കൃത സാഹിത്യം, സംസ്കൃത ലിറ്ററേച്ചർ കഥാസാഹിത്യേന സമ്പുഷ്ടം ഭവതി. സ്റ്റോറി ലിറ്ററേച്ചർ കൊണ്ട് വളരെ നിറഞ്ഞിരിക്കുകയാണ്. സംസ്കൃത സാഹിത്യത്തിൽ എന്താണ്? കഥാസാഹിത്യം സമ്പുഷ്ടമായിട്ടുണ്ട്. ഇഷ്ടം പോലെ എന്തുണ്ട്? കഥകൾ എവിടെയുണ്ട്? സംസ്കൃത സാഹിത്യത്തിലുണ്ട്. മനസ്സിലായോ? സംസ്കൃത സാഹിത്യം കഥകളാൽ സമൃദ്ധമാകുന്നു. കഥകളുടെ ബാക്കി നോക്കുക. കഥാനാം പ്രയോജനേഷു അന്യതമോ ഭവതി നീതിബോധഃ. കഥാനാം പ്രയോജനേഷു, കഥകളുടെ പലതരം പ്രയോജനങ്ങളിൽ, ലക്ഷ്യങ്ങളിൽ, അന്യതമോ ഭവതി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, കഥകളുടെ ഒരുപാട് ലക്ഷ്യങ്ങളിൽ ഒന്ന്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം. അന്യതമോ എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും സൂപ്പർ എന്നുള്ളൊരു മീനിങ്ങിൽ എടുക്കുക. വളരെ നല്ല ഒരു ലക്ഷ്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം, ഉദ്ദേശ്യം. എന്താണ് ഉദ്ദേശ്യം? ലക്ഷ്യം എന്താണ്? ഉദ്ദേശ്യം എന്നാണ് കേട്ടോ. ഉദ്ദേശ്യം എങ്ങനെ എഴുതുക? ഇങ്ങനെയാണ് എഴുതുക കേട്ടോ, ഉദ്ദേശ്യം. അപ്പോൾ ലക്ഷ്യം എന്നുള്ള അർത്ഥത്തിലുള്ള ഉദ്ദേശ്യം എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ശ്യം എന്ന് എഴുതണം കേട്ടോ. അപ്പോൾ എന്താണ് കഥകളുടെ ലക്ഷ്യം? എന്താണ് കഥകളുടെ ലക്ഷ്യം? നീതിബോധോ ഭവതി, നൈതിക ബോധവത്കരണം ആണ്. എന്താണ് ബോധവത്കരണം? ബോധവത്കരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീതിയുടെ ബോധം നമ്മൾക്ക് ഉണ്ടാക്കിത്തരിക, നൈതിക ബോധവത്കരണം. അപ്പം ധാർമ്മികമായിട്ടുള്ള ബോധം, നല്ലത് ചെയ്യാനുള്ള ബോധം, സത്യം പറയാനുള്ള ബോധം, നല്ല ധാർമ്മികമായിട്ടുള്ള റെസ്പോൺസിബിൾ ഡ്യൂട്ടി ആയിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിൾ ആവുക എന്നല്ലേ. വഴിയിലൊന്നും തുപ്പിയിടരുത്, വഴിയിലൊന്നും ചൂയിങ്കം. എൻ്റെ മക്കളെ, ഇന്നിപ്പോൾ ഞാൻ വരുമ്പോൾ എൻ്റെ ചെരുപ്പിലൊരു ചൂയിങ്കം തട്ടിപ്പോയി. ചൂയിങ്കം എന്തായാലും കുട്ടികളാണ് കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ പൊന്നുമക്കളെ, നമ്മൾ എക്സാമിനറിലെ മക്കൾ എന്ത് ചെയ്യരുത്? ചൂയിങ്കം കഴിക്കുന്നെങ്കിൽ കഴിച്ചോളൂ, പക്ഷേ ദയവേത് നടന്നു പോകുന്ന വഴിയിൽ അത് തുപ്പിക്കളയരുത്. ഞങ്ങളെ പോലത്തെ ആൾക്കാരുടെ ചെരുപ്പിൻ്റെ അടിയിലാണ് അത് പറ്റിപ്പിടിക്കുന്നത്. അപ്പോൾ ചൂയിങ്കം തുപ്പുക, റോഡിൽ തുപ്പുക, പിന്നെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് വെള്ളമൊഴിക്കാതെ പോവുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പിന്നെ നമ്മൾ പബ്ലിക് ടോയ്ലറ്റ്സ്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഈ റോഡ് ഇതൊക്കെ നമ്മൾ പൊല്യൂട്ടഡ് ആവാതെ, മലിനീകരിക്കാതെ കൊണ്ടുപോകേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ധാർമ്മിക ബോധം. പിന്നെ മോഷ്ടിക്കാൻ പാടില്ല അല്ലേ. നമ്മുടെ ഗവൺമെൻറ്റിൽ ഒരുപാട് മോഷണങ്ങളൊക്കെ ഇപ്പോൾ കേൾക്കുന്നില്ലേ അല്ലേ. ദേവസ്വം ബോർഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിക്കാറുണ്ടോ? അപ്പോൾ ഓഫീസേഴ്സ് തന്നെ, അമ്പലത്തിലെ ആൾക്കാർ അമ്പലം തന്നെ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അമ്പലത്തിൻ്റെ എന്താണ് നമ്മുടെ സ്വത്ത്, ദേവസ്വം ഒക്കെ മോഷ്ടിക്കുക എന്നൊക്കെ കേൾക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെ രാജാവ് തന്നെ സ്വന്തം ഖജനാവ് കൊള്ളയടിക്കുക എന്ന് പറയുന്ന പോലെ മന്ത്രിമാർ തന്നെ സ്വന്തം ഖജനാവ് കൊള്ളയടിക്കുക. അവരുടെ ഡ്യൂട്ടി ജനങ്ങളെ സേവിക്കാനാണ്. നമ്മൾ ഇലക്ഷന് വോട്ട് ചെയ്ത് മന്ത്രിമാരെയും രാജാക്കന്മാരെയും എന്തിനാണ് പറഞ്ഞു വിടുന്നത്? നമ്മുടെ കാര്യങ്ങൾ നോക്കാനാണ് അല്ലേ. അവർ നമ്മളുടെ കാവൽക്കാരാണ്, നമ്മളുടെ സെർവൻ്റാണ്. സർക്കാർ സർവീസാണ്, ഗവൺമെൻറ് സർവീസാണ്, സേവനമാണ്. പക്ഷേ ഇവർ സ്വന്തം നാടിൻ്റെ ഖജനാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈസയുടെ ഭണ്ഡാരം അല്ലേ. നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ഭണ്ഡാരം, അതിൽ നിന്ന് മോഷ്ടിക്കുക, അതിൽ നിന്ന് കക്കുക. അപ്പോൾ ഇതൊന്നും ചെയ്യരുത് എന്ന് നിങ്ങളെ പഠിപ്പിക്കാനാണ് ഈ പാഠം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു മോഷണം ചെയ്യരുത് എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ പൈസ, മന്ത്രിമാർ നമ്മുടെ ജനങ്ങളുടെ പൈസ ഗവൺമെൻറ് പറഞ്ഞ ആരാണ്? അത് നമ്മളാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സ്വന്തം പൈസ നമ്മൾ തന്നെ മോഷ്ടിക്കരുത്, അത് ജനങ്ങളുടെ പൈസയാണെന്നുള്ള ബോധം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ചിത്രകഥ തം അധികൃത്യ ഏകാം ചിത്രകഥാം പഠാമഹ. നല്ലൊരു ചിത്രകഥ പഠിക്കാം. റെഡി? ഇതാണ് നമ്മുടെ രാജാവ്. ഓക്കെ, ഈ രാജാവ് കോസലാധിപയാണ്, കോസല രാജ്യത്തിൻ്റെ അധിപനാണ്. കോസലാധിപ ക്ഷേമദർശി സ്വരാജ്യം പാലയതി. കോസല രാജാവായ, കോസലം രാജ്യത്തിൻ്റെ പേരാണ് കേട്ടോ. കോസലം എന്നൊക്കെ പറയും. രാജ്യമാണ്. എന്താണത്? രാജ്യം എന്ന് പറഞ്ഞാൽ നേഷൻ ആണ് കേട്ടോ, നേഷൻ. പിന്നെ അധിപൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവ്. അപ്പൊ കോസല രാജ്യത്തിന്റെ അധിപൻ, കോസല രാജകുമാര. അപ്പൊ കോസല രാജ്യത്തിന്റെ അധിപൻ ആരാണ്? ക്ഷേമദർശി സ്വരാജ്യം പാലയതി. സ്വരാജ്യം, സ്വന്തം രാജ്യം, തൻ്റെ രാജ്യം. ആ രാജാവ് എങ്ങനെയാണ് തൻ്റെ രാജ്യം എങ്ങനെയാണ് അയാൾ പാലിക്കുന്നത്? തൻ്റെ രാജ്യം എങ്ങനെയാണ് പാലിക്കുന്നത്? ക്ഷേമദർശി, ജനങ്ങളുടെ ക്ഷേമം നോക്കിയിട്ടാണ് പാലിക്കുന്നത്. ക്ഷേമം എന്ന് പറഞ്ഞാൽ നല്ലത്, നന്മ. അപ്പോൾ നമ്മുടെ നാട്ടിലെ മന്ത്രിമാരെ പോലെയോ ഒന്നും മോഷ്ടിക്കാൻ ഈ രാജാവ് റെഡിയല്ല. ഈ രാജാവ് എങ്ങനെയാണ് ജീവിക്കുന്നത്? പറഞ്ഞ മക്കളെ, ഈ രാജാവ് എങ്ങനെയാണ് ജീവിക്കുന്നത്? നല്ല
ജനങ്ങളുടെ ക്ഷേമം നോക്കിയിട്ടാണ് ജീവിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന രാജാവാണ് അല്ലേ. ജനങ്ങളുടെ നല്ലതിന് വേണ്ടി ജീവിക്കുന്ന രാജാവാണ് ഈ രാജാവ്. പക്ഷെ ഇത് രാജാവാണ്, ഇവിടെ മന്ത്രിമാർ വേറെ ഉണ്ട്. ആ മന്ത്രിമാരും മോഷ്ടിക്കുന്ന മന്ത്രിമാരാണെന്ന് നമുക്കറിയില്ല, നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ കോസലാധിപ, കോസല രാജാവായ ഈ പറയുന്ന രാജാവ് ക്ഷേമദർശി സ്വരാജ്യം പാലയതി, ക്ഷേമം നോക്കിക്കൊണ്ട്, ദർശിച്ചുകൊണ്ട്, ജനങ്ങളുടെ നല്ലത് നോക്കിക്കൊണ്ടാണ് സ്വന്തം രാജ്യം പരിപാലിച്ച് പോരുന്നത്, സ്വന്തം നാട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കോസല രാജാവ് ജനങ്ങളുടെ ക്ഷേമം ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ രാജ്യം നോക്കി നടത്തി വരികയായിരുന്നു. ഇവിടെ ഒരു ഭട്ടൻ ഉണ്ട്, ഭട്ടൻ അല്ലേ. ഭടനാണോ മന്ത്രിയാണോ? ഭടനായിരിക്കും. അപ്പോൾ അങ്ങനെ സ്വന്തം നാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന രാജാവിന് എന്ത് പറ്റി? കള്ളൻ. നമ്പർ 1 മന്ത്രി, നമ്പർ 1 മന്ത്രി, നമ്പർ 2 മന്ത്രി, നമ്പർ 3 മന്ത്രി, നമ്പർ 4. അപ്പോൾ കള്ളന്മാരായ മന്ത്രിമാർ വന്നു. 1 2 3 4 4 കള്ളന്മാരായ മന്ത്രിമാർ വന്നിട്ട് എന്ത് ചെയ്തു? സ്വന്തം രാജാവിൻ്റെ ഖജനാവിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി അല്ലേ. ഫോട്ടോസ് നോക്ക്, കള്ളന്മാർ അല്ലേ. അപ്പോൾ കള്ളന്മാർ ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ടാക്സ് കൊടുത്ത പൈസ ഒക്കെയാണ് ഈ മന്ത്രിമാർ കട്ട് മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത്, നാണവും മാനവും ഇല്ലാതെ അല്ലേ. ശരിക്കും മന്ത്രിയുടെ ഡ്യൂട്ടി എന്താ? ആ രാജാവിനെ പോലെ തന്നെ നല്ല രീതിയിൽ ജനങ്ങളെ നോക്കണം എന്നുള്ളതാണ്. ജനങ്ങൾക്ക് നോക്കേണ്ട പൈസയാണിത്, പക്ഷെ ഇവർ കട്ട് മോഷ്ടിച്ച് കൊണ്ടുപോവുകയാണ്. കിന്തു പക്ഷേ, എന്നാൽ സചിവാഹ, സചിവ എന്ന് പറഞ്ഞാൽ മന്ത്രി കേട്ടോ, മന്ത്രിമാര്. സചിവാഹ എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ. മന്ത്രിമാർ എന്ത് ചെയ്യുന്നു? രാജ്യകോശാത്ത്, ഖജനാവിൽ നിന്ന്. രാജ്യകോശം എന്ന് പറഞ്ഞാൽ ഖജനാവ്, ശബ്ദകോശം എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി. അപ്പോൾ രാജ്യകോശം എന്ന് പറയുമ്പോൾ ഖജനാവ്, പണം വെച്ചിരിക്കുന്ന സ്ഥലം. അപ്പോൾ രാജ്യകോശത്തിൽ നിന്നും, ഖജനാവിൽ നിന്നും, നമ്മുടെ ട്രഷറിയിൽ നിന്നും അല്ലെ, രാജാവിൻ്റെ ആ പൈസ ഇട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും, ബാങ്കിൽ നിന്നും ധനം അപഹരന്തി, പൈസ ഖജനാവിൽ നിന്നും ധനം മോഷ്ടിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ നല്ല രാജാവ് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. രാജാവ് കാണാതെ ഈ കള്ളന്മാർ, മന്ത്രിമാർ നമ്മുടെ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നും പൈസ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പാവം രാജാവ് ഇത് അറിയുന്നുണ്ടോ? അറിയുന്നില്ല. രാജ്യസ്യ ദുരവസ്ഥാം, രാജ്യത്തിൻ്റെ ദുരവസ്ഥ രാജ്ഞേ നിവേദയിതും, രാജാവിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്. നോക്ക്, രാജ്യത്തിൻ്റെ ഈ ദുരവസ്ഥ, ദുരവസ്ഥ പറഞ്ഞാൽ ബാഡ് സിറ്റുവേഷൻ, മോശാവസ്ഥ. രാജ്യത്തിൻ്റെ ഈ മോശാവസ്ഥ രാജാവിനെ അറിയിക്കാൻ വന്ന, രാജ്ഞേ നിവേദയിതും, രാജാവിനോട് നിവേദിക്കാൻ, അറിയിക്കാൻ വന്ന, ആഗതാൻ വന്ന, ജനാൻ ജനങ്ങളെ, ഭടാഹ നമ്മുടെ ഈ ഭടന്മാർ, എന്താ ഈ ഭടന്മാർ, സചിവാജ്ഞയ മന്ത്രിമാരുടെ ആജ്ഞ പ്രകാരം, സചിവാജ്ഞയ എന്ന് പറഞ്ഞാൽ മന്ത്രിമാരുടെ ആജ്ഞ പ്രകാരം. അപ്പോൾ മന്ത്രിമാരെന്ത് ചെയ്തു? ഭടന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ട് മന്ത്രിമാരുടെ ആജ്ഞ പ്രകാരം, ആജ്ഞ എന്ന് പറഞ്ഞാൽ ഓർഡർ, മന്ത്രിമാരുടെ ഓർഡർ പ്രകാരം, ഓർഡർ അനുസരിച്ച് ഈ ഭടന്മാരെന്ത് ചെയ്തു? ജനങ്ങൾ ഞങ്ങൾക്ക് പൈസയൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് പെൻഷനൊന്നും കിട്ടുന്നില്ല, ഞങ്ങളുടെ വീട് നന്നാക്കാൻ രാജാവിൻ്റെ അടുത്ത് നിന്ന് പൈസ തരാമെന്ന് പറഞ്ഞിരുന്നു, ഇതുവരെ പൈസയൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ശമ്പളമൊന്നും കിട്ടുന്നില്ല. എന്താ കാരണം? മന്ത്രിമാർ തരുന്നില്ല. എവിടെ പോയി പൈസ? മന്ത്രിമാർ കട്ടുകൊണ്ടുപോയി. ഇത് ആരോട് പറയണം? ഇത് രാജാവോട് പറയണം. അതിന് ഞങ്ങളെ അകത്തോട്ട് കയറ്റിവിടണം ഏമാനെ എന്ന് ഈ ഭടന്മാരോട് പറയാണ്. പക്ഷെ ഭടന്മാർക്ക് പേടിയാണ് മന്ത്രിനെ അല്ലേ. അപ്പോൾ ഭടന്മാരോട് മന്ത്രിമാരെന്ത് ചെയ്തു? സചിവാജ്ഞയ, മന്ത്രിമാർ ഓർഡർ കൊടുത്തു, ഇവരൊന്നും അകത്തേക്ക് കയറ്റരുത്. അങ്ങനെ ഓർഡർ ഉള്ളത് കൊണ്ട് ഈ ഭടന്മാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോലും അവരാരെ കയറ്റുന്നില്ല? ഈ നാട്ടുകാരെ അകത്തേക്ക് കയറ്റുന്നില്ല. നിവാരന്തി, അവരെ ഒഴിവാക്കി വിടുകയാണ്. രാജാ കാര്യമിതം ന ജാനാതി, അങ്ങനെ രാജാവിനെ കാണാൻ വിടാത്തതുകൊണ്ട് രാജാവിന് ഈ കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി ഒന്നും അറിയാൻ പറ്റുന്നില്ല. രാജാവ് ഇതൊന്നും അറിയുന്നില്ല. കള്ളന്മാരാണ് സ്വന്തം രാജ്യത്തിലുള്ളതെന്ന് രാജാവ് അറിയുന്നില്ല. മക്കളെ മനസ്സിലാവുന്നുണ്ടാ? ഉറങ്ങല്ലേട്ടാ, ശ്രദ്ധിച്ചു കേൾക്കണേ. ബാക്കി നോക്കുക. അപ്പൊ രാജാവ് ഇതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു? അങ്ങനെ ഇരിക്കെ തഥാ കശ്ചന മുനി തത്ര ആഗത്യ, കശ്ചന മുനിഹി, ഒരു മുനി, തത്ര ആഗത്യ, അവിടെ വന്നിട്ട്, രഹസി രാജാനാം കഥയതി, അപ്പോൾ ഒരു മുനി അവിടെ വന്നിട്ട് വളരെ രഹസ്യമായിട്ട് രാജാവിനോട് പറയുന്നു. എന്താണ് പറയുന്നത്? മുനി ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ,
മുനി വരുമ്പോൾ എന്തായാലും കയറ്റിവിടും. കാരണം മുനിമാരെയും സന്യാസിമാരെയും ഒക്കെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. അപ്പോൾ അവർക്ക് അതിനുള്ള പ്രീസ്റ്റാണ്, പുരോഹിതന്മാരാണ്, നമ്മൾ അവരെ ബഹുമാനിക്കും. അപ്പോൾ അവരെ അകത്തേക്ക് കയറ്റിവിട്ടു. മുനി വരുമ്പോൾ കയറ്റിവിട്ടു അല്ലേ. അപ്പോൾ മുനി വന്നിട്ട് രാജാവിനോട് പറയാണ്. എന്താ പറയുന്നത്? ഭോരാജൻ സചിവാഹ അസ്മാകം രാജ്യധനം അപഹരന്തി. രാജാവേ, മന്ത്രിമാർ അങ്ങയുടെ കൊട്ടാരത്തിലെ പൈസ മുഴുവൻ മോഷ്ടിക്കുകയാണ്. മന്ത്രിമാരെല്ലാം കള്ളന്മാരാണ്. ഹേ രാജാവേ, മന്ത്രിമാർ നമ്മുടെ രാജ്യത്തിലെ ധനം കവർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ രാജാവ് ഞെട്ടിപ്പോയി. എൻ്റെ രാജ്യത്തിലെ മന്ത്രിമാരൊക്കെ കള്ളന്മാരായിരുന്നോ? അല്ല, എന്താ ഇത് സംഭവം? അപ്പൊ എന്താ ചെയ്യാ? സജീവാനാം കാപട്യം കഥം ബഹിരാനയാമി. അല്ലയോ മുനിശ്രേഷ്ഠ, നിങ്ങൾ തന്നെ ഇതിനൊരു വഴി പറ. നമ്മൾ എങ്ങനെയാണ് ഈ സജീവാനാം കാപട്യം, ഈ മന്ത്രിമാരുടെ കാപട്യം, കപട്ടത, ഈ മന്ത്രിമാരുടെ കള്ളത്തരം, കഥം ബഹിരാനയാമി, എങ്ങനെ നമ്മൾ ബഹിഹി ആനയാമി, എങ്ങനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും, എങ്ങനെ ഈ കള്ളന്മാരെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് രാജാവ് ചോദിച്ചു. എങ്ങനെ ഇവരെ പിടിക്കും? ഒരു ട്രിക്ക് വേണം അല്ലേ? അങ്ങയുടെ ഈ ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറയുക എന്ന് രാജാവ് നമ്മുടെ മുനിയോട് പറഞ്ഞു. അപ്പം മുനി പറഞ്ഞു, യെസ്, എൻ്റെ കയ്യിലൊരു ട്രിക്ക് ഉണ്ട്. ഉപായമേകം വദാമി, ഞാനൊരു ട്രിക്ക് പറയാം, ഞാനൊരു മാർഗം പറയാം. ഉപായമേകം വദാമി. എന്താണ് മുനി പറയുന്നത്? ഞാനൊരു മാർഗം പറയാം. ഏകൈകം അമാത്യമാഹൂയ അപരഹ അപരാധി ഇതി വദതു. ഏകൈകം, ഏകം, ഓരോ മന്ത്രിനെയും വിളിക്കുക. ഓരോരോ മന്ത്രിനായിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് അമാത്യം എന്ന് പറഞ്ഞ മന്ത്രിനെ കേട്ടോ. സജീവ എന്നുള്ള ശബ്ദം നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ഒരു മിനിസ്റ്റർ, മന്ത്രി, സെക്രട്ടറി എന്നൊക്കെ മീനിങ് വരുന്ന വേറൊരു വേർഡാണ് അമാത്യൻ. അപ്പം അമാത്യൻ എന്ന് പറഞ്ഞാലും ഇവിടെ ഉണ്ട് കേട്ടോ. അമാത്യൻ എന്ന് പറഞ്ഞാലും മന്ത്രി തന്നെയാണ് കേട്ടോ, അമാത്യൻ. അപ്പം ഓരോരോ മന്ത്രിമാരെയും വിളിക്കുക, ഓരോ അമാത്യന്മാരെയും വേർതിരിച്ച് വിളിക്കുക. സെപ്പറേറ്റ് ഒരുമിച്ച് വിളിക്കരുത്. 3-4 മന്ത്രിമാരുണ്ടല്ലേ, അപ്പം സെപ്പറേറ്റ് ആയിട്ട് വിളിക്കരുത്. ഓരോ മന്ത്രിമാരെയും വിളിക്കുക. എന്നിട്ട് എന്ത് പറയണം? ആഹുയ അപരഹ അപരാധി ഇതി വതതു, മറ്റവനാണ് കള്ളൻ എന്ന് പറയണം. അപ്പോൾ എ എന്ന് പറയുന്ന മന്ത്രിനെ വിളിച്ചിട്ട് എയോട് പറയാം, എടാ ആ ബി ഭയങ്കര കള്ളനാണ് കേട്ടോ, മോഷ്ടിച്ചു. അല്ലെങ്കിൽ സീനെ പറിച്ച് പറയാം, സി ഭയങ്കര കള്ളനാണ്, മോഷ്ടിക്കുക എന്ന് പറയാം. അപ്പോൾ ഇവൻ അവനെ കുറ്റം പറയും. അപ്പോൾ അവൻ ചെയ്ത കളവൊക്കെ ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി പറയും. എന്നിട്ട് ബീനെ വിളിച്ചിട്ട് പറയാം എ ആണ് കുറ്റക്കാരൻ. അപ്പോൾ ബി പറയും, അവൻ ഭയങ്കര കള്ളനാണ്, അവൻ അത് ചെയ്തു, അവൻ കഴിഞ്ഞ മാസത്തെ പെൻഷൻ മോഷ്ടിച്ചു, അവൻ അരി കൊടുക്കാനുള്ള പൈസയ്ക്ക് അവൻ്റെ മോളുടെ കല്യാണം നടത്തി. അപ്പോൾ ബി മൊത്തം സത്യം എനെ കുറിച്ച് പറയും. അപ്പോൾ ഇവർക്ക് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ മറ്റേ മന്ത്രിയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കും. 3 മന്ത്രിമാരില്ലേ, അപ്പോൾ ഒരു മന്ത്രിയെ വിളിച്ചിട്ട് രണ്ടാമത്തെ മന്ത്രിയെ കുറ്റം പറയുമ്പോൾ ഒന്നാമത്തെ മന്ത്രി കുറച്ചുകൂടി അധികം കുറ്റം പറയും, സത്യങ്ങളെല്ലാം പറയും. രണ്ടാമത്തെ മന്ത്രിനെ വിളിച്ചിട്ട് ഒന്നാമത്തെ മന്ത്രിയുടെ കുറ്റം പറയുമ്പോൾ ഒന്നാമത്തെ മന്ത്രിയുടെ കുറ്റങ്ങൾ മുഴുവൻ രണ്ടാമത്തെ മന്ത്രി പറയും. അതുപോലെ മൂന്നാമത്തവൻ, അതുപോലെ നാലാമത്തവൻ, അങ്ങനെ ഓരോരോ മന്ത്രിമാരെയും വിളിച്ച് കുറ്റം പറയുന്ന, മറ്റവരെ കുറ്റം പറയുന്ന ഒരു ഐഡിയ മുനി പറഞ്ഞു കൊടുത്തു. തേ സ്വയമേവ അപരാധിനം സൂചയിഷ്യന്തി. അപ്പോൾ അവർ തന്നെ പറയും ആരാണ് ശരിക്കുള്ള കള്ളൻ, അല്ലെങ്കിൽ അവർ ചെയ്ത കള്ളത്തരങ്ങൾ എത്രത്തോളമുണ്ട്, എത്രയധികം കള്ളത്തരം അവർ ചെയ്തു, മോഷണം അവർ ചെയ്തു എന്ന് അവർ പറഞ്ഞു തരും എന്ന് നമ്മുടെ മുനി പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഓരോരുത്തരും മറ്റൊരുത്തനെ കുറ്റക്കാരൻ എന്ന് പറയട്ടെ, അങ്ങനെ അവർ തന്നെ യഥാർത്ഥ കുറ്റക്കാരനെ വെളിപ്പെടുത്തും. ക്ലിയർ? എല്ലാം കള്ളന്മാരന്നെ. ഇപ്പോൾ വെളിപ്പെടുത്താൻ എന്താ ഇരിക്കുന്നത്? പക്ഷെ രാജാവിന് തെളിവാണല്ലേ. അങ്ങനെ രാജാവ് മുനിയുടെ ഉപദേശം അനുസരിക്കുന്നു. രാജ ഏകൈകം സച്ചിവമാഹൂയ, ഓരോ മന്ത്രിയെയും വിളിച്ചിട്ട് ഇതരേ അപരാധീന ഇത്തി വദതി, മറ്റുള്ളവരാണ് കുറ്റക്കാർ എന്ന് പറയാൻ അങ്ങനെ പറയുന്നു, ആവശ്യപ്പെടുന്നു. അപ്പോൾ അവർ അങ്ങോട്ട് പറയുന്നു. ഓക്കെ, അങ്ങനെ സംസാരിക്കുന്നതിലൂടെ അവർ തന്നെയാണ് യഥാർത്ഥ കുറ്റക്കാരെ സൂചിപ്പിക്കുന്നതെന്ന് രാജാവിന് മനസ്സിലായി. രാജാവ് പിന്നെന്ത് ചെയ്യുന്നു? മന്ത്രിമാരെ ശിക്ഷിക്കുന്നു അല്ലേ. രാജ്ഞാ പ്രീതിം സമ്പാദയിതും ഏകൈകോപി സചിവഃ അപരേഷാം ദ്വേഷാൻ സവിസ്തരം രാജ്ഞയെ നിവേദയതി. അപ്പം രാജാവിനെ പ്രീതിം സമ്പാദയിതും, രാജ്ഞഃ പ്രീതിം സമ്പാദയിതും, രാജാവിൻ്റെ, രാജ്ഞഃ
രാജാവിൻ്റെ പ്രീതിം സമ്പാദയിതും, പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. പ്രീതി എന്ന് പറഞ്ഞാൽ അവരുടെ സ്നേഹം, ഇഷ്ടം, അവരുടെ പ്രസാദം എന്നാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. സന്തോഷം എന്നുള്ള, അവരുടെ ഇഷ്ടം എന്നുള്ള മീനിങ് എടുക്കുക. അപ്പോൾ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇഷ്ടം നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാജാവിനെ ഇഷ്ടം നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനല്ല കള്ളൻ, ഞാൻ കള്ളനല്ല രാജാവേ, മറ്റേതാണ് കള്ളൻ എന്ന് പറയണം അല്ലേ. അപ്പോൾ രാജാവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ മന്ത്രിയും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ വിശദമായി രാജാവിനോട് പറയാൻ തുടങ്ങി. ഞാനല്ല കള്ളൻ, മറ്റവനാണ് കള്ളൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തുടങ്ങി. ക്ലിയർ ആണോ? രാജാ സചിവാൻ ദണ്ഡയതി, രാജാവ് അങ്ങനെ എല്ലാ മന്ത്രിമാരെയും ശിക്ഷിച്ചു. റെഡി? മനസ്സിലായോ? ദണ്ഡയതി, ദണ്ഡനം എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക. ദണ്ഡനം ശിക്ഷിക്കുക, പനിഷ്മെന്റ് കേട്ടോ. സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പാദിക്കുക, പ്രീതിം സമ്പാദയിതും, നേടിയെടുക്കുക അല്ലേ. ബാക്കി നോക്കുക. രാജ സചിവാൻ ദണ്ഡയതി, രാജാവ് മന്ത്രിമാരെ ശിക്ഷിക്കുന്നു. അവസാനം എന്ത് സംഭവിച്ചു? കഥയുടെ അവസാനം ഈ താടി മുടിയൊക്കെ അയാൾ ഊരി. ഇയാൾ കള്ളനാണോ? ഇയാൾ വേഷം കെട്ടി വന്ന ആരാണ്? ഇയാള് മുനിയല്ല. മുനി ഫാൻസി ഡ്രസ്സിൽ വന്നാണല്ലോ. മുനിഹി പ്രച്ഛന്നവേഷം പരിത്യജ്യ രാജാനാം നമതി. മുനി എങ്ങനെയാ വന്നത്? ഫാൻസി ഡ്രസ്. ഇന്ന് ഞങ്ങളുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണ് എന്ന് പറഞ്ഞ പോലെ മുനിയല്ല. മുനി ആരാണ്? മുനി താടിയും മുടിയൊക്കെ എടുത്തിട്ട് ആ കറുത്ത കുത്തൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് രാജാവിനോട്. ആരാണ് മുനി? മുനി പ്രച്ഛന്നവേഷം പരിത്യജ്യ, ഫാൻസി ഡ്രസ്സ് അഴിച്ചിട്ട് രാജാനാം നമതി, രാജാവിനോട് നമസ്കാരം പറയാണ്. രാജാവേ നമസ്കാരം, എന്നെ മനസ്സിലായോ? ഞാൻ മുനിയൊന്നും അല്ല കേട്ടോ, ഞാൻ നിങ്ങളെ പറ്റിച്ചതല്ല. ഞാൻ ഫാൻസി ഡ്രസ്സ് ഇട്ടിട്ട് വന്ന എന്തിനാ? ഈ ഒരു കാര്യം പറയാനാണ്. ഞാൻ ആരാണ്? ആശ്ചര്യേണ തദാനീം രാജാ മുനിവേഷധാരി സ്വസ്യ ഭട ഏവ. രാജാവ് ഞെട്ടിപ്പോയി. ആശ്ചര്യേണ തദാനീം രാജാവ് ഞെട്ടിപ്പോയപ്പോൾ ആരാണ്? മുനി ആരാണ്? സ്വസ്യ ഭട, തൻ്റെ തന്നെ ഭടനാണ്. ഭടൻ, കാവൽക്കാരൻ, ആ വാളും കൊണ്ടൊക്കെ നിന്നിട്ടില്ലേ, അവൻ വേഷം മാറി വന്നതാണ്, മുനിവേഷത്തിൽ വന്നതാണ്. സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ല രാജാവിന്. അപ്പോൾ ഭടൻ വേഷം മാറി വന്നതാണ്. സ്വസ്യ ഭട ഏവ ഭവതീതി ജ്ഞാത്വാ തസ്യ നീതിബോധം പ്രശംസതി. എന്നിട്ട് രാജാവിന് മനസ്സിലായി തൻ്റെ തന്നെ ഭടനാണ് ഈ വന്നതെന്ന്. അപ്പോൾ രാജാവ് എന്ത് ചെയ്യുന്നു? അവൻ്റെ ആ ഭടൻ്റെ ഫാൻസി ഡ്രസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനെയാണോ? അല്ല, അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നെ എന്താണ് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്? എന്താണ്? ഫാൻസി ഡ്രസ്സിനല്ല കേട്ടോ, നീതിബോധം. അങ്ങനെ ഒരു മുനിവേഷം കെട്ടി വന്നിട്ട് സ്വന്തം നാട്ടിലെ കള്ളത്തരത്തെ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നില്ലേ, അപ്പം നീ അടിപൊളിയായതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത് അല്ലേ? അപ്പം നീ അടിപൊളിയായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ നീ ചെയ്തത് കൊണ്ട് നീ അടിപൊളിയാണ് അല്ലേ? അതിനെയാണ് നീതിബോധം എന്ന് പറയുന്നത്. അപ്പോൾ നിന്റെ നീതിബോധം പ്രശംസിക്കപ്പെടാൻ യോഗ്യതയുള്ളതാണ്. അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കൺഗ്രാജുലേഷൻസ്, യു ആർ അടിപൊളി എന്ന് പറഞ്ഞിട്ട് ക്ലാപ്പ് ചെയ്യണം. അതാണ് മുനി തൻ്റെ ഭാവം മാറ്റി, വേഷം മാറ്റി രാജാവിനോട് നമസ്കരിക്കുന്നു. അതിശയത്തോടെ രാജാവ് മനസ്സിലാക്കുന്നു ആ മുനിവേഷം ധരിച്ചിരുന്നത് തൻ്റെ തന്നെ ഭടൻ അഥവാ സേനാനിയാണെന്ന ആളാണ്. രാജാവ് അവൻ്റെ നൈതിക ബോധത്തെയും ബുദ്ധിയെയും പ്രശംസിക്കുന്നു. അതാണ് അവിടുത്തെ കഥയുടെ എൻഡിങ് അല്ലേ, ക്ലൈമാക്സ്. അതാണ് എപ്പോഴും ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്ലൈമാക്സ് എന്താണ്? വേഷം മാറി വന്ന മുനി ആരായിരുന്നു? ഭടനായിരുന്നു. പിന്നെ ഒരു ശ്ലോകം കൊടുത്തിട്ടുണ്ട്. വിഗണയ്യാത്മവൃത്തിഞ്ച രാഷ്ട്രരക്ഷണ കർമ്മസു വ്യാപൃത മാനവാഃ സർവേ നീതിയുക്ത മനീഷിണഃ. എന്താ പറയുന്നത്? വിഗണയ്യാത്മവൃത്തിഞ്ച രാഷ്ട്രരക്ഷണ കർമ്മസു
വ്യാപൃതാ മാനവാഃ സർവേ നീതിയുക്ത മനീഷിനഃ. എന്താണ് അവസാനത്തെ ശ്ലോകത്തിന്റെ അർത്ഥം? എന്താണ്? വിഗണൈ ആത്മവൃത്തിഞ്ച, ആത്മവൃത്തി, നമ്മുടെ സ്വന്തം സ്വന്തത്തിന് വേണ്ടിയിട്ടുള്ള വൃത്തി, പരിപാടി, ജോലികൾ, സ്വകാര്യ പ്രയോജനങ്ങൾ, നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് മറന്നിട്ട് കണക്കിലെടുക്കാതെ വിഗണൈ ആത്മവൃത്തിഞ്ച, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെൽഫിഷ് ആവാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ഒരിക്കലും, ഞാൻ നേരത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞോളൂ, നമ്മൾ കമ്പിത്തിരി കത്തിച്ചിട്ട് കമ്പി അപ്പുറത്തെ പറമ്പിലേക്കാണ് എറിഞ്ഞത്, അങ്ങനെ എറിയരുത്. നമ്മുടെ പറമ്പിലെ വേസ്റ്റ് അപ്പുറത്തെ പറമ്പിലേക്കാണ് എറിഞ്ഞത്, അങ്ങനെ എറിയരുത്. അപ്പോൾ നമ്മളുടെ ആത്മവൃത്തിക്ക് വേണ്ടി, നമ്മുടെ സ്വന്തം സൗകര്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ യൂസിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഹാമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് മോശം കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ മറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വന്തം സ്വാർത്ഥത മറക്കണം. എന്നിട്ട് സ്വപ്രയോജനങ്ങൾ മറന്നിട്ട് രാഷ്ട്രരക്ഷണ കർമ്മസു, രാഷ്ട്രരക്ഷാകർമ്മങ്ങളിൽ ഏർപ്പെടണം. രാഷ്ട്രരക്ഷാകർമ്മങ്ങളിൽ, രാഷ്ട്രത്തിനെ രക്ഷിക്കുക, അല്ലേ? നമ്മൾ അപ്പുറത്തെ പറമ്പിലേക്ക് എറിഞ്ഞാലും അപ്പുറത്തെ പഞ്ചായത്തിലേക്ക് എറിഞ്ഞാലും സ്കൂട്ടറിൽ പോകുമ്പോൾ വേസ്റ്റ് സ്കൂട്ടറിൽ വെച്ചിട്ട് 10 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അവിടെ ഇട്ടാലും ഈ മണ്ണൊക്കെ ഏത് മണ്ണാ? നമ്മുടെ കേരള മണ്ണാണ്, നമ്മുടെ ഭാരത മണ്ണാണ്, നമ്മുടെ ലോകമാണ്, ഇതൊക്കെ നമ്മുടെയാണ്, അല്ലേ? അപ്പോൾ ഓരോ മണ്ണും നമ്മുടെയാണ്, അല്ലേ? സാരേ ജഹാൻസെ അച്ഛാ ഹിന്ദു സിതാ ഹമാര എന്ന് പറഞ്ഞ പോലെ എല്ലാ നാട്ടിൽ നിന്നും മികച്ചത് നമ്മുടെ സ്വന്തം നാടാണ്. അപ്പം നമ്മളുടെ ഈ ജന്മഭൂമിയെ, ഈ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി, നമ്മുടെ സ്വന്തം പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ്. അപ്പം നമ്മുടെ ഈ നാട്, ഈ മണ്ണ്, അത് അപ്പുറത്തെ പറമ്പായാലും നമ്മുടെ പറമ്പായാലും ഒരേ പറമ്പാണ്, ഒരേ മണ്ണാണ്, ഭൂമി ദേവിയാണ്. അതിനെ നമ്മൾ പൊല്യൂട്ടഡ് ആക്കരുത്. നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ അതിനെ വേസ്റ്റ് ലാൻഡ് ആക്കരുത്. പകരം നമ്മൾ അതിനെ രക്ഷിക്കണം, രാഷ്ട്രത്തിനെ രക്ഷിക്കണം. രാഷ്ട്രരക്ഷാകർമ്മങ്ങൾ, ഒരു മരം നടുക, പൊല്യൂഷൻ ആക്കാതിരിക്കുക, നദികളെ ക്ലീൻ ആക്കുക, തോടുകളെ ക്ലീൻ ആക്കുക, കടലുകളിൽ വേസ്റ്റ് എറിയാതിരിക്കുക, എവിടെയെങ്കിലും വേസ്റ്റ് കണ്ടാൽ വേസ്റ്റ് ബിന്നിൽ അത് നിക്ഷേപിക്കുക. പിന്നെ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്തു കൊടുക്കുക, അല്ലേ? സോൾജേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ പട്ടാളത്തിൽ പോയി ചേരുക. നമ്മൾ രാഷ്ട്രത്തിന്, നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഭാരതത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രകർമ്മങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യരാകട്ടെ അവർക്കാണ് ഉത്തമ ബുദ്ധിയുള്ളത്. അവരെന്താണ്? മനീഷിനഹ, അവർ ഉത്തമ ബുദ്ധിയുള്ളവരാണ്. പിന്നെ അവരെങ്ങനെയാണ്? അങ്ങനെയുള്ള മാനവരെങ്ങനെയാണ്? നീതിയുക്ത, അവർ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് പോലെ നീതിയുക്തമായിരിക്കും, ട്രൂത്ത്ഫുൾ ആയിരിക്കും, ജസ്റ്റിസ്ഫുൾ ആയിരിക്കും, ലോയൽ ആയിരിക്കും. അപ്പം ഈ ഒരു രാഷ്ട്ര സംരക്ഷണ കർമ്മത്തിൽ വ്യാപൃതാ മാനവാഹ, വ്യാപൃതരായിട്ടുള്ള മനുഷ്യർ, അതിൽ മുഴുകിയിട്ടുള്ള മനുഷ്യർ, സർവേ എല്ലാവരും നീതിയുക്ത മനുഷ്യനഹ, ഉത്തമ ബുദ്ധിയും നൈതികതയാൽ നയിക്കപ്പെടുന്നവരുമാകുന്നു. അവരെ മുമ്പോട്ട് നയിക്കുന്നത് സത്യവും ധർമ്മവും നീതിയും ന്യായവും ആയിരിക്കും. അന്യായം ആയിരിക്കില്ല, അസത്യം കള്ളത്തരം ആയിരിക്കില്ല, അധർമ്മം മോശം കാര്യങ്ങളായിരിക്കില്ല. മനസ്സിലായോ? ഇതാണ് വിഗണയാത്മവൃത്തിഞ്ച രാഷ്ട്രരക്ഷണ കർമ്മസു വ്യാപൃതാ മാനവാ സർവേ നീതിയുക്ത മനീഷിണ എന്ന് പറയുന്ന ആ ഒരു ശ്ലോകത്തിൻ്റെ മീനിങ്. അപ്പം അത്രയാണ് ആ ഒരു പാഠം. ഇനി അതിൻ്റെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് പദച്ഛേദങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. എന്താണ് പദച്ഛേദ? ബഹിരാനയാമി, ബഹിഹി ആനയാമി. എവിടെയാണ് നമ്മൾ ബഹിരാനയാമി പഠിച്ചത്? കണ്ടോ? മുനി വന്നിട്ട് രാജാവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആ കള്ളന്മാരുടെ കള്ളത്തരം, കാപട്യം എങ്ങനെ പുറത്തു കൊണ്ടുവരും? അപ്പോൾ ബഹിരാനയാമി എന്ന് പറയുമ്പോൾ പുറത്തു കൊണ്ടുവരിക. എങ്ങനെ പുറത്തു കൊണ്ടുവരും? ബഹിഹി ആനയാമി. ബഹിഹി എന്ന് പറയുമ്പോൾ പുറത്ത്, എങ്ങനെ കൊണ്ടുവരും? അപ്പോൾ ബഹിരാനയാമി മുറിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ബഹിഹി, ബഹിഹി ആനയാമി. അസ്ഥീതി, അസ്ഥീതി എങ്ങനെയാ മുറിക്കുക? അസ്ഥി പ്ലസ് ഇതി, അസ്ഥീതി, അസ്ഥി പ്ലസ് ഇതി, ഇതി. അസ്ഥീതി എവിടെയാണ് നമ്മൾ പഠിച്ചത്? അസ്ഥീതി എവിടെ? അസ്ഥീതി എവിടെ?
ഇതിലില്ലേ? ഭവതീതി ഉണ്ട്, അസ്ഥിതി ഇല്ലേ? ഓക്കെ മക്കളെ, നിങ്ങളത് കണ്ടുപിടിക്കുക കേട്ടോ. അസ്ഥിതി എവിടെയുള്ളതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അസ്ഥിതി എന്ന് പറയുമ്പോൾ അസ്ഥി പ്ലസ് ഇതി ആണ്. അസ്ഥിതി, അസ്ഥി പ്ലസ് ഇതി. ഇനി വിഗ്രഹം എങ്ങനെ? വിഗ്രഹം അതിൻ്റെ കാപട്യം എന്നുള്ളതിൻ്റെ വിഗ്രഹ എങ്ങനെയാണ്? കപടസ്യ ഭാവഃ, കപടമായിരിക്കുന്ന കപടത്തിൻ്റെ ഭാവമാണ്. കപടസ്യ ഭാവഃ ആണ് കാപട്യം. കപടസ്യ ഭാവഃ. കപടസ്യ ഭാവഃ കാപട്യം. പിന്നെ ഏകൈകം എങ്ങനെ മുറിക്കും? ഏകം ഏകം പ്രതി. ഏകം ഏകം പ്രതി. ഏകം ഏകം, ഓരോന്നോരോന്നായി. ഏകം ഏകം പ്രതി, ഏകൈകം. സചിവാജ്ഞയ, സചിവാനാം ആജ്ഞയ. സചിവാനാം ആജ്ഞയാണ് സചിവാജ്ഞയ. പിന്നെയോ സവിസ്തരം. സവിസ്തരം എങ്ങനെ മുറിക്കുക? സവിസ്തരം വിസ്തരേണ സഹ വർത്തത്തെ ഇതി. വിസ്തരേണ സഹ വർത്തത്തെ ഇതി. സവിസ്തരം വിസ്തരേണ സഹ വർത്തത്തെ ഇതി. സചിവാജ്ഞയ, സചിവാനാം ആജ്ഞയ. ഏകൈകം ഏകം ഏകം പ്രതി. കാപട്യം കപടസ്യ ഭാവഃ. അസ്ഥിതി അസ്ഥി പ്ലസ് ഇതി. ബഹിരാനയാമി ബഹിഹി പ്ലസ് ആനയാമി. പിന്നെ പഠന പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പാഠഭാഗം കഥാപാത്രാനുസാരം ഭാവാനുസാരം ച കക്ഷ്യായാം അവതാരയതു. പാഠഭാഗം എന്ത് ചെയ്യണം? കഥാപാത്രാനുസാരം. ഒരാൾ രാജാവാവുക, ഒരാൾ മന്ത്രിയാവുക, ഒരാൾ മുനിയാവുക, ഒരാൾ ഭടനാവുക. അങ്ങനെ കഥാപാത്രങ്ങളുടെ വേഷം എടുത്തിട്ട് ഭാവം കൊടുത്തിട്ട് ആരെവിടെ കടന്നു വരൂ എന്നൊക്കെ പറയില്ലേ? മുനി പറയുമ്പോൾ മുനിയുടെ ഭാവത്തിൽ രാജാവേ അങ്ങയുടെ കള്ളന്മാരാണ്, മന്ത്രിമാരാണ്, കള്ളന്മാരാണെന്നൊക്കെ. അപ്പോൾ മുനി പറയുമ്പോൾ മുനി പറയുന്ന പോലെ പറയുക. രാജാവ് പറയുമ്പോൾ രാജാവിൻ്റെ ആ ഒരു മറ്റേ റോയൽ ഒരു ആറ്റിറ്റ്യൂഡിൽ പറയുക. ഭടൻ പറയുമ്പോൾ ഭയങ്കര പട്ടാളക്കാരന് ഭയങ്കര അങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഭാവം കൊടുത്തിട്ട് ഈ നാടകമല്ലല്ലോ, ഈ സ്റ്റോറി നിങ്ങളൊരു നാടകം പോലെ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഉചിതമായ ഭാവം കൊടുക്കണം, ഉചിതമായിട്ടുള്ള ഭാഷണ രീതി, ഡയലോഗ് ഡെലിവറി ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ് കേട്ടോ. ചെയ്യുക. പിന്നെന്താ കൊടുത്തിരിക്കുന്നത്? കോഷ്ടകാത്ത് ഉചിതാനി പദാനി സ്വീകൃത്യ. ബ്രാക്കറ്റിൽ നിന്ന് നമ്മൾക്ക് ആപ്റ്റായിട്ടുള്ള എന്താണ് ആ ഒരു വേർഡ്സ് എടുത്തിട്ട് മുനേഹെ രാജ്ഞശ്ച സംഭാഷണം പൂരയതു. ഇവിടെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ നിന്ന് കൊടുത്തിരിക്കുന്ന വേർഡ്സ് എടുത്തിട്ട് നമ്മളുടെ മുനിയും, അതായത് ഭടൻ, മുനി എന്ന് പറയുമ്പോൾ ആരാണത്? ഭടനാണ് അല്ലേ? അപ്പോൾ ഭടനും രാജാവും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ പൂരിപ്പിക്കണം. മുനി എന്ന് പറയുമ്പോൾ അത് ഭടനാണ്, ഭടൻ. നോക്കുക, ഭടനാണ് ആദ്യം പറയുന്നത്. ഭടൻ എന്താ പറയുന്നത്? വന്ദനം മഹാരാജ. മഹാരാജാവേ വന്ദനം, ഞാൻ അങ്ങയെ വന്ദിക്കുന്നു, നമസ്കരിക്കുന്നു, പ്രണമിക്കുന്നു. അപ്പോൾ രാജാവ് പറയാണ് വന്ദനം, നമസ്കാരം. ഹേ ഭട്ട, അല്ലയോ പട്ടാളക്കാര, അല്ലയോ സൈനിക, സെക്യൂരിറ്റിക്കാര. ഡാഷ് മുനിവേഷം ധൃതവാൻ. ഡാഷ് മുനിവേഷം കെട്ടിയത് അല്ലേ? എന്തിനാണ് നീ മുനിവേഷം കെട്ടിയത്? അപ്പോൾ എന്തിനാണ് എന്നുള്ള മീനിങ് അവിടെ എവിടെയാ ഉള്ളത്? എന്തിനാണ് എന്നുള്ള മീനിങ് നോക്ക്. എന്തിനാണ്? നീതിബോധ അല്ല, സംരക്ഷണമല്ല. കിമർത്ഥം, ധന്യവാദ, രക്ഷണാർത്ഥം. കിമർത്ഥം, എന്തിനാണ്. അപ്പോൾ ഇവിടെ നമ്പർ 3 കിമർത്ഥം. 1 2 3 4 5. അപ്പോൾ കിമർത്ഥം, എന്തിനാണ് മുനിവേഷം ധൃതവാൻ, ധരിച്ചത്, കെട്ടിയത്. അപ്പോൾ ഭടൻ എന്താ പറയുന്നത്? ഭടൻ എന്താ പറയുന്നത്? രാജ്യസ്യ ഡാഷ് ധൃതവാനസ്മി. രാജ്യത്തിൻ്റെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വേഷം കെട്ടിയത്. എന്ത് കാര്യത്തിന്? നീതിബോധമല്ല, സംരക്ഷണം, ധന്യവാദ, രക്ഷണാർത്ഥം. രക്ഷണാർത്ഥം, രാജ്യത്തിൻ്റെ രക്ഷണാർത്ഥമാണ് ഞാൻ ആ മുനിവേഷം കെട്ടിയത്. അപ്പോൾ 5.
രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ, അല്ലേ, രക്ഷണാർത്ഥം എന്ന് പറയുമ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഷം കിട്ടിയത്. അപ്പോൾ അത് മീനിങ് ക്ലിയർ ആണ് അല്ലേ. പിന്നെ രാജാവ് എന്താ പറയുന്നത്? ഉത്തമം, സൂപ്പർ, അടിപൊളി. ഭവതഃ ഡാഷ് പ്രശംസാർഹ, നിന്റെ അവിടെ നമുക്ക് നീതിബോധം എഴുതാം അല്ലേ.